വാങ്ങുകയും ചെയ്യും. ഈശ്വര, നീ എന്ത് അതിക്രമമായി കാണിച്ചേ? നിന്നോട് ആരാ പറഞ്ഞ സിദ്ധാർത്ഥ സാറിന്റെ വീട്ടിൽ പോകാൻ? എന്നോട് ആരും പറയണ്ട അങ്ങോട്ട് പോവാൻ. എനിക്ക് അവകാശപ്പെട്ടെടുത്ത് ആരുടെ അനുവാദമില്ലാതെ എനിക്ക് പോകാം. നിനക്ക് അവകാശപ്പെട്ടോ? എങ്ങനാടി ആ വീട് നിനക്ക് അവകാശപ്പെട്ട വീടാകുന്നത്? പറയടി. ഓ, കാര്യങ്ങളൊക്കെ ഒരു ഒതുക്കത്തിൽ കൊണ്ടുപോകുകയായിരുന്നു ഞാൻ. എല്ലാം കൊണ്ട് നശിപ്പിച്ചല്ലോ നീ. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടേ ഞാൻ അടങ്ങൂ. എന്നിട്ട് സിദ്ധാർത്ഥ സാർ കാശ് തന്നോ നിനക്ക്? ഇല്ല, പക്ഷെ തരും. തന്നില്ലെങ്കിൽ ഇനിയും പോകും ഞാൻ അവിടെ. ഇപ്പൊ തന്നെ ആള് പകുതി മരിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കണമെങ്കിൽ എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട കാശ് തരണം. തനുജെ, നന്ദികേട് കാണിക്കരുത് നീ. എടി, ഇത്രയും കാലം സിദ്ധാർത്ഥൻ സാറിന്റെ കാശ് കൊണ്ടല്ലേ നീ ജീവിച്ചത്? ഞാൻ മാത്രമല്ലല്ലോ, എനിക്ക് കിട്ടുന്ന പണത്തിലല്ലേ നിങ്ങളും ജീവിക്കുന്നേ. എന്റെ ചെലവില് കഴിഞ്ഞിട്ട് എന്നോടൊന്നും ചോദിക്കാൻ വരണ്ട. രഹസ്യ കച്ചവടത്തിന്റെ കൂലി ചെറുതൊന്നും ആയിരുന്നില്ലല്ലോ. മാസാമാസമുള്ള ചെറിയ തുകയല്ല, ഇപ്പൊ ചോദിച്ച വലിയ തുക അയാൾ തരണം. തന്നേ പറ്റൂ. നിന്നെ ഞാനൊന്ന് ഏട്ടാ വേണ്ട, ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കല്ലേ. മാറകുട്ട, എന്തൊരു കഷ്ടമായി എല്ലാം നശിപ്പിക്കോള്. സിദ്ധാർത്ഥ സാറിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ, അവിടെ ഉണ്ടാകേണ്ടവരെല്ലാം ഉണ്ടായിരുന്നു. ഭാര്യ, മക്കളും മരുമോളും ഒക്കെ. അങ്ങനെ അയാള് എനിക്ക് തരേണ്ടത് തരാതെ കുടുംബമായിട്ട് സുഖിക്കണ്ട. നീ എന്തിനാ അവിടേക്ക് ചെന്ന് അവിടെ ഉള്ളവർക്ക് മനസ്സിലായോ? അവരവിടെ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് അറിയുമല്ലോ. അവരോടൊന്നും ഞാൻ സംസാരിച്ചില്ല, പക്ഷെ അവരൊക്കെ അറിഞ്ഞു. അത് എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ തിരിച്ചു വന്നപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചോദിക്കാൻ അയാളുടെ മകൻ പുറകെ വന്നു. എന്നിട്ട് അവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. ഈശ്വര, ഭഗവാനെ. മോനെ, നീ ആ ചന്ദ്രത്ത് വരെ ഒന്ന് പോയിട്ട് വാ. എന്താ നടന്നേന്ന് അറിയാലോ. വേണ്ട, നന്ദനും അങ്കിളും കൂടെ ഇപ്പൊ വീട്ടിലെത്തും. ആദ്യം അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീരട്ടെ. അവിടുത്തെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ലേ മുരളേട്ടാ? ഒരു പെണ്ണ് വന്ന് വീട്ടിൽ കയറുക, ഭീഷണിപ്പെടുത്തുക. അതേ പെണ്ണ് തന്നെ നന്ദനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക. അവരുടെ അടുത്ത ബന്ധുക്കായിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ബലരാമൻ അങ്കിൾ ഇപ്പോ ഒരു കുറ്റബോധത്തിൽ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കമുണ്ടാവാൻ വഴിയില്ല. അതുപോലെ മീര കേസുമായിട്ടും ബന്ധമുണ്ടാവാൻ വഴിയില്ല. ആദ്യം പ്രഭാന്റെ ആയിരുന്നു പ്രശ്നം, പിന്നെ മീര, ഇപ്പോഴിതാ പുതിയൊരു പെണ്ണ്. ഓരോരോ സ്ത്രീകളാണല്ലോ എപ്പോഴും ചന്ദ്രത്തെ പ്രശ്നങ്ങൾക്ക് പിന്നില്. മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കേ. വേണ്ടമ്മേ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.